ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ പ്രിയ 7. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് എങ്ങനെയാണ് നാച്ചുറലായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ റോസ് വാട്ടർ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ. റോസ് പെറ്റൽസ് നമുക്കുണ്ട് എങ്കിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. 0 കോസ്റ്റിൽ നമുക്ക് എങ്ങനെയാണ് റോസ് വാട്ടർ വീട്ടിലുണ്ടാക്കിയെടുക്കുക എന്ന് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കുട്ടി ഫാമിലിയിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ കുഞ്ഞു ഫാമിലിയിൽ ഒരു മെമ്പർ ആകുന്നതിന് വേണ്ടി താഴെ കാണുന്ന ചെറിയൊരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടല്ലോ, അതൊന്ന് പ്രസ് ചെയ്യണേ. കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ആക്കി വെക്കണം. എങ്കിലേ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. എന്നാൽ 0 കോസ്റ്റിൽ എങ്ങനെയാണ് റോസ് വാട്ടർ വീട്ടിലുണ്ടാക്കിയെടുക്കാമെന്ന് കണ്ടിട്ട് വരാം. റോസ് വാട്ടർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു 10 റോസപ്പൂവിലും കാണും. അത്രയും റോസപ്പൂവിൻ്റെ ഇതളുകളാണ്. നമുക്ക് അതിന് തണ്ടൊന്നും ആവശ്യമില്ല, ഇതളുകൾ മാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. മെറൂൺ കളറിലെ റോസപ്പൂവാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. മെറൂൺ ആയാലും കുഴപ്പമില്ല, പിങ്ക് കളറിലെ റോസപ്പൂ ഉണ്ടല്ലോ അതായാലും കുഴപ്പമില്ല. പക്ഷേ നാടൻ റോസപ്പൂ ആയിരിക്കണം എടുക്കുന്നത്. ഇനി എടുത്തു വെച്ചിരിക്കുന്ന ഒരു പാത്രം സ്റ്റൗവിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഈ പാത്രത്തിൻ്റെ സെൻട്രലായിട്ട് ഞാൻ വേറൊരു പാത്രം, ചെറിയൊരു കുട്ടി പാത്രം എടുത്ത് സെൻട്രലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ റോസ് വാട്ടർ സ്റ്റോർ ചെയ്യുന്ന പാത്രം ഇതിൻ്റെ മുകളിലാണ് വെക്കുന്നത്. ഇനി ഇതിന് ചുറ്റും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ റോസാപ്പൂവിൻ്റെ ഇതളുകളുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലതായിട്ട് സ്പ്രെഡ് ചെയ്ത് സൈഡിൽ കൂടെ മുഴുവൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ പാത്രത്തിൻ്റെ സൈഡിൽ കൂടെ ഇട്ട് കൊടുക്കുകയും നമ്മളിനി സ്റ്റോർ ചെയ്യാൻ പോകുന്ന പാത്രം മുകളിലിങ്ങനെ പൊന്തി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നടുക്ക് ആ പാത്രം വെച്ച് കൊടുത്തേക്കുന്നത്. നല്ല സ്മെല്ലുള്ള റോസപ്പൂവാണ് ഇത്. അതുകൊണ്ട് തന്നെ നമ്മൾ റോസ് വാട്ടർ നല്ല സ്മെല്ല് തന്നെയായിരിക്കും. നമുക്ക് ബോഡി മിസ്റ്റൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഈ ഉണ്ടാക്കാൻ പോകുന്ന റോസ് വാട്ടർ. ഇതിലേക്ക് ഞാൻ ഇനി 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് വെള്ളം തന്നെ ധാരാളമാണ്. 1 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. റോസ് വാട്ടർ നമ്മുടെ ഫേസൊക്കെ ക്ലീൻ ചെയ്യുന്നതിന് വളരെ നല്ലതാണ്. അതായത് നമ്മൾ ഫേസ് വാഷൊക്കെ ഉപയോഗിച്ച് നമ്മൾ സ്കിന്നെ ക്ലിയർ ചെയ്തെങ്കിലും എന്തെങ്കിലുമൊക്കെ അഴുക്ക് ബാക്കിയുണ്ടെങ്കിൽ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു റോസ് വാട്ടർ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ബാക്കി എന്തെങ്കിലുമൊക്കെ അഴുക്കുണ്ടെങ്കിൽ അതും കൂടെ അങ്ങ് പൊക്കോളും. ഇനി ഞാൻ ആ കമഴ്ത്തി വെച്ചിരിക്കുന്ന പാത്രത്തിൻ്റെ മുകളിൽ ഒരു കുട്ടി പാത്രം എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ പാത്രത്തിലാണ് നമ്മൾ ഉണ്ടാക്കുന്ന പ്യുവറായിട്ടുള്ള റോസ് വാട്ടർ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. ഇനി ഈ പാത്രത്തിന് തന്നെ ഒരു അടപ്പെടുത്ത് ഞാൻ അടച്ചു കൊടുക്കുന്നുണ്ട്. അതും തിരിച്ച് കമഴ്ത്തിയാണ് അടച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ കമഴ്ത്തി അടച്ചു കൊടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് സെൻറ്ററിൽ തന്നെ ആ നീരാവി എല്ലാം വന്ന് ആ സെൻറ്ററിൽ വെച്ചിരിക്കുന്ന പാത്രത്തിൽ തന്നെ വന്ന് വീണോളും. നമ്മൾ ഈ അടച്ചു വെച്ചിരിക്കുന്ന അടപ്പിലൊരു ഹോള് കണ്ടു. ആ ഹോളിൽ കൂടെ നീരാവി വെളിയിൽ പോകാനുള്ള ചാൻസ് ഉണ്ടല്ലേ. അപ്പോൾ അത് വെളിയിൽ പോകാതിരിക്കാൻ വേണ്ടി നമുക്കതങ്ങ് അടച്ചു വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന മൈദയാണ്. മൈദ കലക്കി വെച്ചിട്ടുണ്ട്. കോൺഫ്ലോറോ മൈദയോ നമുക്ക് എന്താണോ ഇഷ്ടം അതെടുത്ത് കയ്യിലുള്ളതെടുത്ത് ഇതുപോലെ ഒന്ന് കലക്കിയിട്ട് ആ ഹോളങ്ങ് അടച്ചു കൊടുക്കുക. ഇനി അതിൽ നമ്മുടെ നീരാവി പോകത്തില്ല. ആ നീരാവിയാണ് നമുക്ക് റോസ് വാട്ടറായിട്ട് കിട്ടുന്നത്. അത് മൊത്തം നമുക്ക് സെൻറ്ററിൽ വെച്ചേക്കുന്ന ആ പാത്രത്തിൽ കിട്ടും. ഇങ്ങനെ ഒന്ന് അടച്ചു കൊടുക്കണം. നീരാവി വെളിയിൽ പോകാൻ അനുവദിക്കരുത്. ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ പിന്നിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ ഫ്ലെയിം കൂട്ടി കൊടുക്കാൻ പാടില്ല. നല്ലതുപോലെ ആ നീരാവി എല്ലാം നമ്മുടെ അടപ്പയിൽ വന്ന് പറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ മുകളിൽ വന്നിരിക്കുന്ന നീരാവി എല്ലാം കറക്റ്റായിട്ട് നമ്മൾ നടുക്ക് വെച്ചിരിക്കുന്ന ആ പാത്രത്തിൽ വന്ന് ചേരും. അതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നത്. നോക്കിയാൽ നമ്മുടെ ആ റോസ് പെറ്റൽസിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. അതിൻ്റെ അകത്തുള്ള ആ ഗുണങ്ങൾ എല്ലാം തന്നെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ റോസ് പെറ്റൽസിന് വൈറ്റ് കളറായി മാറിയിരിക്കുന്നത്. നല്ല രീതിയിൽ ആ നീരാവിയെല്ലാം നടുക്ക് വെച്ചിരിക്കുന്ന ആ പാത്രത്തിൽ കളക്റ്റ് ആയിട്ടുണ്ട് കണ്ടോ. ഇനി ആ ഐസ് ക്യൂബ്സ് എല്ലാം നന്നായിട്ട് മെൽറ്റായി മുകളിൽ കിടക്കുന്നുമുണ്ട്. ഇനി ഇത് നമുക്ക് തുറന്ന് നോക്കാവേ. കണ്ടോ, നല്ല രീതിയിൽ അത്രയും പൂവിൻ്റെയും റോസ് വാട്ടർ, നമുക്ക് നല്ല പ്യുവറായിട്ടുള്ള റോസ് വാട്ടർ നടുക്ക് വെച്ചിരിക്കുന്ന ആ പാത്രത്തിൽ വന്നിട്ടുണ്ട്. ഇനി അത് നമുക്ക് എടുത്ത് മാറ്റാം. കണ്ടോ, ഒരു കെമിക്കൽസും ചേർത്തിട്ടില്ലാത്ത നല്ല നാച്ചുറലായിട്ടുള്ള ഹോം മെയ്ഡ് റോസ് വാട്ടർ അങ്ങനെ റെഡിയായിരിക്കുകയാണ്. ഇത് നല്ല ചൂടുണ്ട്. ഈ ചൂടൊന്ന് ആറിയതിന് ശേഷം നമുക്കൊരു ബോട്ടിലിൽ അടച്ച് വെച്ച് സൂക്ഷിക്കാവുന്നതാണ്.
ഈ റോസ് വാട്ടർ പോലെ തന്നെ നല്ല ഗുണമുള്ള ഒരു റോസ് വാട്ടറാണ് നമ്മുടെ ഈ എതളുകൾ വെന്തിട്ടുള്ള ഈ റോസ് വാട്ടർ. ആ പൂവിലുണ്ടായിരുന്ന എല്ലാ ഗുണങ്ങളും ആ റോസ് വാട്ടറിൽ അടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കളറ് പോലും ആ റോസ് വാട്ടറിലേക്ക് ചേർന്നിട്ടുണ്ട്. ഇത് നമുക്ക് ടോണറായിട്ട് യൂസ് ചെയ്യാം, ഫേസ് പാക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിൽ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഹെയറിൽ യൂസ് ചെയ്യാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ ഒരു റോസ് വാട്ടർ യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമുക്ക് 2 ടൈപ്പ് റോസ് വാട്ടേഴ്സ് ലഭിച്ചിട്ടുണ്ട്. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ളതും അതുപോലെ തന്നെ കളറായിട്ടുള്ളതും. ഈ കളറായിട്ടുള്ള റോസ് വാട്ടർ നമുക്ക് 7 to 10 days ഒക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് സൂക്ഷിച്ച് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിൽ കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ട് പ്രത്യേകിച്ചൊരു ചിലവുമില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതല്ലേ ഉള്ളൂ റോസ് വാട്ടർ. നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ റോസ് വാട്ടർ, പ്യുവറായിട്ടുള്ള ഈ റോസ് വാട്ടർ നമുക്ക് മാസങ്ങളോളം സൂക്ഷിച്ച് വെച്ച് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഈ റോസ് വാട്ടർ ഉണ്ടല്ലോ, നല്ല കളറോട് കൂടി കിട്ടിയിരിക്കുന്ന ഈ റോസ് വാട്ടർ, ഇത് നമുക്ക് ഒരു ടോണറായിട്ട് വേണം ഫേസിൽ അപ്ലൈ ചെയ്യാം. പിന്നെ ഈ ഒരു റോസ് വാട്ടർ യൂസ് ചെയ്ത് പാക്കൊക്കെ പ്രിപ്പയർ ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഈ റോസ് വാട്ടർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും കൂടെ വേണം. പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. ഇറ്റ്സ് മീ പ്രിയ. ടാറ്റാ.